ഇന്ന് നമ്മുടെ ഹാദക്കുട്ടന് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ, ഒന്ന് കിണ്ടിയെടുക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഏത്തപ്പഴം എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ 3 ഏത്തപ്പഴം കേട്ടോ എടുക്കുന്നത്. അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ഇതുണ്ടാവും, പക്ഷേ ഇത് എത്ര ഉണ്ടെങ്കിലും ഇതിവിടെ കുടിച്ച് തീർത്തോളൂ കേട്ടോ. ഇനി ഈ മാവിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു ഏകദേശം ഏത്തപ്പഴത്തിൻ്റെ പോലെ തന്നെ ആ ഒരു രീതിയിൽ ഇതുപോലെ ആക്കിയെടുക്കാം. ഉരുണ്ടിട്ട് ഇടാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് ഇടാമേ. ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളങ്ങ് ചെയ്തെടുക്കണം. ആദ്യക്കുട്ടനുണ്ടെങ്കിൽ ഈ ഉരുട്ടി തരുന്നതൊക്കെ അവൻ ചെയ്തോളൂ കേട്ടോ. ഇനി ഏത്തപ്പഴം നമ്മൾ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. അതും നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് 3-ാം പാൽ ഒഴിച്ച് നല്ല രീതിയിൽ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പിടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ പിടിയും നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് റെഡി ആയി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, അതൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് പാല് കുറവാണെങ്കിൽ നമുക്ക് പശുവിൻ പാലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ പശുവിൻ പാല്. നല്ല ടേസ്റ്റാണ്. മിൽമ പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനത് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ചേർക്കാറുണ്ട്. അതും കൂടെ ചേർത്ത് മിൽമ പാലും ചേർത്ത് തിളച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ അരിപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും ഒന്ന് തിളച്ച് വരുമ്പോൾ 1-ാം പാൽ അങ്ങ് ചേർത്തിട്ട് ഇളക്കി വെക്കുക. ഇനി തിളപ്പിക്കേണ്ട, നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ച് നെയ്യ്, നല്ല നെയ്യ് ഞാൻ ഇതിൻ്റെ മുകളിലേക്കൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിൽ താളിച്ചു വിടാം കേട്ടോ, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ. അങ്ങനെ ഹാദക്കുട്ടൻ്റെ ഫേവറേറ്റ് ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു സാധനവും വേണ്ട അവന്, ഇത് മാത്രം കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഇഷ്ടമാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഏലക്ക ഇടാൻ മറക്കരുത്, അത് ഞാൻ പറയാൻ മറന്നുപോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടപ്പോഴാണ് അത് ഓർത്തത്. ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു